ഞാനേ കടയൊക്കെ അടച്ച് ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. നാളത്തെ ഉണ്ണിയപ്പത്തിന് അയക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇട്ട ഡ്രസ്സാണ്. ഇനി ഇത് ഒന്ന് മാറാനായിട്ടൊരു സമയം കിട്ടിയിട്ടില്ല എനിക്ക്. ഇനി സമയം 8:30 ഇപ്പോൾ. ഇനി ഉണ്ണിയപ്പത്തിനൊക്കെ അരയ്ക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. നാളത്തെ ഓർഡറൊക്കെ എനിക്ക് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കാനായിട്ട്. ഞാൻ കിടക്കുമ്പോൾ എന്തായാലും സമയമാവും കേട്ടോ. 10-11 മണിയൊക്കെ ആകുമ്പോഴൊന്ന് അരച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി എന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ഉണ്ണിയപ്പം ഓർഡർ തന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ നടക്കാനും ഒരുപാട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ഒക്കെ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഓരോരുത്തരും എനിക്ക് ഓർഡർ തരുന്നത്, അവരുടെയൊക്കെ ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആവശ്യമൊക്കെ ദൈവം അത് നിറവേറ്റി കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരിലൂടെ എനിക്കും ഒരു പുതിയ ജീവിതം കിട്ടുകയാണ്. പുതിയ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കിട്ടുമ്പോൾ പുതിയ ജീവിതം കിട്ടുകയാണ്. കുറേ മിണ്ടാതിരുന്നു, എന്നാലും എന്താ പറയുക, കുറേ ഓർഡറുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മിണ്ടാതിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, ആ ഹാർഡ് വർക്കിന് അവസാനം ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ള വാശിയാണ് എനിക്ക്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചും മറ്റുള്ളവരിൽ നിന്ന് ചീത്ത കേട്ടും കളിയാക്കൽ കേട്ടിട്ടൊക്കെ ഒരുപാട് അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് തീർത്ത് സമാധാനത്തോടെ ഒന്ന് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണ്, എന്നെക്കാട്ടിയും അവസ്ഥപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ല ലൈഫ് കിട്ടണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് കൈയും കാലും ദൈവം തന്നിട്ടുണ്ട്, അധ്വാനിച്ച് ജീവിക്കാനുള്ള വഴിയും ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഞാനത് മാക്സിമം ഞാൻ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തപ്പേരില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചും മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ശരി.